ഹായ്. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്യൂട്ടോറിയൽ കഴിയുന്നുണ്ട് അല്ലേ? ഇന്നാണ് ലാസ്റ്റ് ഡേ. അപ്പോൾ പല ആൾക്കാരും പല സംശയങ്ങളും പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വേക്കൻസീസ് ഉണ്ടോ, ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ സ്കോപ്പ് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ള പല ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും അത് നമ്മൾ ക്ലിയർ ചെയ്തോളൂ. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഇന്റർനെറ്റിന്റെ ഒരു ഉപയോഗം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അതെ, ഒരുപാട് ഇപ്പൊ നമുക്കറിയാം ഇനി ഇതിന് മുന്നുള്ള കാലഘട്ടത്തിനേക്കാളും ഇപ്പൊ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇനി മുന്നോട്ട് ഉള്ള ഒരു കാലം എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെ ഒരു കാലം തന്നെ ആയിരിക്കും. ഇപ്പോൾ ഉള്ളതിനേക്കാളും ഡബിൾ ഇരട്ടി എന്ത് ചെയ്യും, ഇതിന്റെ ഉപയോഗം കൂടുകയാണ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഉറപ്പാണ് എന്ത് ഡിജിറ്റലി ഗ്രോത്ത് ഉണ്ടാവും, നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നമുക്കറിയാൻ പറ്റും, ഇപ്പൊ നമ്മള് പണ്ടുള്ള കാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇനി നമ്മൾ ചെയ്യണില്ല. ഫുൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മൊബൈലിലേക്കും കമ്പ്യൂട്ടറിലേക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റി വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോ സോഷ്യൽ മീഡിയസിന്റെ ആണെങ്കിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് എന്താണ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് എന്താണ്, ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ജനറേറ്റ് ചെയ്യുന്ന ആളുകൾ, അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സംഭവങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇപ്പം നമുക്കൊന്ന് നോക്കിയാൽ മതി. ആവറേജ് ഒരു ഇന്ത്യൻ്റെ ഒരു ടൈം ആവറേജ് നമ്മൾ ഒരു സോഷ്യൽ മീഡിയ സ്പെൻഡ് ചെയ്യുന്ന എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം മാത്രം എടുത്ത് നോക്കാം. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം മാത്രം എടുത്ത് നോക്കുമ്പോൾ 4 hours ആണ് ഒരു ആവറേജ് ഇന്ത്യൻസിൻ്റെ ടൈം ലിമിറ്റ്. നിങ്ങൾ ചിന്തിക്കും, ടൈം ഡ്യൂറേഷൻ ആവറേജ് ആണ് പറഞ്ഞത്. അതിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാർ, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എത്ര സമയങ്ങൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യങ്ങൾ ചിന്തിച്ച് നോക്ക്. അപ്പോൾ ശരിക്കും എന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇനി വരാൻ പോകുന്ന കാലഘട്ടം മൊത്തം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടാണ്. ബിസിനസ് ഇല്ലെങ്കിലോ ചിന്തിച്ച് നോക്കി, നിങ്ങൾ ബിസിനസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് എങ്ങനെ എത്തുക, അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചാലും മതി. നമ്മളിപ്പോൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ആരോ കൺട്രോൾ ചെയ്തിട്ടാണ് ജീവിക്കുന്നതല്ലേ. ഇപ്പം നിങ്ങൾ എന്ത് തിന്നണം, എന്താണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിപ്പിക്കുന്നത് ആരാ? സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കൊരു ബിരിയാണി കണ്ടാൽ നിങ്ങൾക്ക് ബിരിയാണി തിന്നാൻ തോന്നും, അപ്പോൾ ബിരിയാണി തിന്നാൻ പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചിക്കൻ, ഒരു ക്രിസ്പി ചിക്കൻ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അങ്ങനെ തിന്നാൻ പോകും. അപ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഇത് കാണുമ്പോഴാണ് നിങ്ങൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ കാണിക്കുക എന്നുള്ളത് ആരുടെ? ബിസിനസ് ഓണേഴ്സിൻ്റെ ഒരു എന്താണ് നിങ്ങൾക്ക് കാണിക്കുക എന്നുള്ള അവരുടെ ആവശ്യമാണ്. അപ്പോൾ ആവശ്യം എന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഡിജിറ്റൽ മാർക്കറ്റിൽ പിടിക്കാതെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റൂല. അപ്പോൾ ആ രീതിയിലാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇഷ്ടംപോലെ ഫീൽഡ്സ് ഉണ്ട്. ഇപ്പോൾ അതിൽ തന്നെ എന്തുണ്ട്, SEO ഉണ്ട് അല്ലേ? ഇപ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇപ്പൊ നമ്മൾ പ്ലേലിസ്റ്റിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്ലേലിസ്റ്റിന്റെ ഓർഡറിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ SEOയും SMM സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഓർഡറിൽ വരികയാണെങ്കിൽ തന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇപ്പൊ ജോബ് വേക്കൻസീസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരൊറ്റ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അത് ഒന്നാമത്തെ ഒരു ഓപ്ഷനാണ്. അത് എല്ലാ കമ്പനീസിനും എന്തുണ്ട്, ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണെങ്കിൽ അവരുടെ വെബിന് കണ്ടന്റ് എഴുതുന്നതും അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒക്കെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു വേക്കൻസി നമുക്ക് അവിടെ കിട്ടും. രണ്ടാമത് നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് സോഷ്യൽ മീഡിയ മാനേജർ ആണ്. സോഷ്യൽ മീഡിയ മാനേജർ എന്ന് പറയുമ്പോൾ ഒരു കമ്പനീന്റെ സോഷ്യൽ മീഡിയാസ് ഫുൾ ഹാൻഡിൽ ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യാം, അതിന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, അതിന് എപ്പോഴൊക്കെയാണ് പെർഫോമൻസ് കാര്യങ്ങൾ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ആ സോഷ്യൽ മീഡിയ മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് അതിൽ വരുന്നതാണ് PPC. നമുക്കറിയാം, പേ പെർ ക്ലിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സിന്റെ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രം ഒരു ആളുണ്ടായിരിക്കും. അതായത് ഇപ്പൊ അവരുടെ ഗൂഗിളിന്റെ അക്കൗണ്ട് മാനേജ് ചെയ്യാനും അതേപോലെ തന്നെ ഇപ്പൊ ഗൂഗിൾ ആഡ്സ് റൺ ചെയ്തിട്ട് അതുവഴി ലീഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ഒരാൾ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, നന്നായിട്ട് തന്നെ എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ് എന്ത് PPC എന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ ഇട്ടിട്ട് വർക്ക് ചെയ്യേണ്ട സംഭവമാണ്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്തുണ്ട്, നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ് എന്ത്, SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള
ഒരു ഭാഗമാണ് ഇത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ഭാഗമാണ് ഇത്. SEO. അപ്പൊ SEO സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, SEO അനലിസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതന്നെ. ഇത് പണ്ടൊക്കെ കമ്പനീസിലൊക്കെ എന്തായിരുന്നു വെച്ചാൽ ഓരോന്നും, അതായത് ഈ SEOക്ക് വേണ്ടി മാത്രം ടീം ഉണ്ടാവും. അതെ. പിന്നെ ഈ SM, അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രം കുറച്ച് ടീംസ് ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ഒന്നിച്ച് കൂടിയതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിജിറ്റൽ മാർക്കറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആവും. ഇപ്പം ആവശ്യം അവരെയാണ്. ഇപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി, ഒരു കമ്പനീസിൽ ഒരു ഹയർ ചെയ്യുന്ന ടൈമിൽ ഒരാൾക്ക് ഓരോ സ്കില്ലുള്ള മൾട്ടിപ്പിൾ ആൾക്കാരാണ് അവർ ചൂസ് ചെയ്യുന്നത്, എല്ലാ സ്കില്ലുള്ള ഒരാളാണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ജസ്റ്റ് ചിന്തിച്ചാൽ മതി. പണ്ട് ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനീസിൽ ഉണ്ടായിരുന്നത് SEOക്ക് വേണ്ടി മാത്രം ഒരു ടീമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് എന്തില്ല, പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് വേറെ ടീംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ എന്തല്ല, ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് അല്ല. അവരെന്താ വെച്ചാൽ ഓരോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഓരോ ടോപ്പിക്കിന് വേണ്ടി ഓരോരുത്തരെയാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ കോഴ്സ്, നമ്മൾ ഈ പറഞ്ഞ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സും എന്തുണ്ട്, നിങ്ങൾക്ക് ചെയ്യാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്റ്റെപ്പ്, ഇതിലേക്കുള്ള ഒരു സ്റ്റെപ്പായി. ഈ സ്റ്റെപ്പ് ഇത് കണ്ടു കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് കുറച്ച് റിസോഴ്സസും പിന്നെ അതുപോലെ ജസ്റ്റ് ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കാണിച്ച് നിങ്ങളെ എക്സ്പീരിയൻസ് കാണിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ജോബിൽ കിടക്കാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ജോബിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണ്ടേ, അങ്ങനെ ഇത് വേണ്ടേ, ഇല്ലെങ്കിൽ നമുക്ക് ഡിഗ്രി വേണ്ടേ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് ആരും ചോദിക്കില്ല. നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ ആരും ചോദിക്കും. ഒരു കമ്പനി പോലും എന്ത് ചെയ്യില്ല, നിങ്ങളെ സർട്ടിഫിക്കറ്റ് ചോദിക്കൂല. നിങ്ങൾ ഇപ്പൊ നമ്മളാണെങ്കിൽ തന്നെ നമ്മുടെ കമ്പനി എല്ലാവരും നോക്കുന്ന സംബന്ധം വെച്ച് കഴിഞ്ഞാല് ഓർക്ക് ആവശ്യമുള്ള സ്കില്ല് നിങ്ങളുടെ കയ്യിലുണ്ടോ, അതായത് അവർക്ക് നിങ്ങളെ സ്കില്ലും കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഹയർ ചെയ്യുന്നതിനും കൊണ്ട് നിങ്ങൾക്ക് അവർക്ക് എന്താണ് മെച്ചുണ്ടാവുക അതേ നോക്കുള്ളൂ. ഇപ്പൊ ഇന്റർവ്യൂസ് ആണെന്നുണ്ടെങ്കിലും ആ രീതിക്കായിരിക്കും ഇതിൽ വരിക. ഓക്കെ, പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എന്ത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു കമ്പനിയിൽ 2 ടീം ഉണ്ടാവും എന്നുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ അതിനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് എന്ന് പറയാം. ഓക്കെ, ആ ഒരു ലെവലിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് ഓരോ പൊസിഷനിൽ എന്ത് ചെയ്യണം, വർക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തും. അതെ, ഓക്കെ. പിന്നെ ഇപ്പൊ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു, ഇന്റേൺ ആണ് നമ്മൾ അല്ലെ, കുറെ പേഴ്സണലി മെസ്സേജ് ചോദിച്ച ആൾക്കാരുണ്ട്. അതായത് നമ്മൾ ഇന്റേൺ ആണ്. അപ്പോൾ ഇന്റേൺ ചെയ്തതിന് ശേഷം ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട്, ഒരു ജോബ് നമുക്ക് കിട്ടണം, ജോബ് നമുക്ക് കിട്ടുന്നില്ല, അതിന് നമ്മൾ എന്താ ചെയ്യാന്നുള്ള പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള സൊല്യൂഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് വർക്ക് അറിയാം. ആദ്യം പറഞ്ഞ ഇന്റേൺഷിപ്പ് ചെയ്തു എന്ന് വെച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് സ്കില്ലുണ്ടോ എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് സ്കില്ലുണ്ട്, ഇന്റേൺഷിപ്പ് ചെയ്തതിന് ശേഷം സ്കില്ലുണ്ട്. സ്കില്ല് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മുന്നോട്ട് പോകാൻ പറ്റും. അതല്ല ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള പേര് വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. ഇനി ഇന്റേൺഷിപ്പ് ചെയ്ത ആൾക്കുള്ള ഒരു ഞാൻ പറഞ്ഞ ഒരു സജഷനാണ്, മീൻസ് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് എന്നുള്ള ലെവലിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പനിയിൽ കിടക്കാൻ പറ്റുന്ന ഒരു ഇത് കൺസെപ്റ്റാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അതായത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്കില്ലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം നാട് ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട്, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെന്ത് നടന്നൊന്ന് അന്വേഷിക്കുക. അതായത് നിങ്ങൾ ലോക്കൽ എന്തുണ്ടാവും, ഷോപ്സ് ഉണ്ടാവും, ഇഷ്ടംപോലെ ലോക്കൽ ഷോപ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മോളുണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടാവും, ചെറിയ എല്ലാ നാട്ടിലും ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ, അവിടുത്തെ ബിസിനസ് ഓണേഴ്സ് എന്താ ചിന്തിക്കുന്നത് വെച്ചാൽ, ഇത് എങ്ങനെയാണ് ഗ്രോ ചെയ്ത് കൊണ്ടുപോകാന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കും എന്ത് ചെയ്യുക, അവരിങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് പോയിട്ട് ഇങ്ങനെ നേരിട്ട് സംസാരിക്കാം. അതായത് ഇന്ന ആളാണ്, ഞാൻ ഈ നാട്ടിലുള്ള ആളാണ്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ചെറിയ വെബ്സൈറ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന നമ്മളെ ചാനൽ നോക്കി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള റോഡ് മാപ്പ് ഒക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അത് നോക്കിയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി തരാം. എന്നിട്ട് അതിനെ SEO ചെയ്തിട്ട് ഞാൻ റാങ്കിങ് ആയി ചെയ്യിപ്പിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എങ്ങനെ, ഒരു ആഡ് എങ്ങനെ റൺ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതിന് ശേഷം അവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാം. നിങ്ങളെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ റെഡിയാക്കി തരാം, അതായത് ഒരു ഗ്രോ ചെയ്യിപ്പിച്ച് തരാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പോയി സംസാരിച്ചിട്ട്, ആ സംസാരിച്ചതിന് ശേഷം അവരുടെ അടുത്ത് നിന്ന് വർക്ക് എടുക്കുക. നിങ്ങൾ ആ വർക്ക് എടുത്തതിന് ശേഷം അത് ചെറിയ ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നാക്കി ചെയ്ത് കാണിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2-3 വർക്കുകൾ എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുക.
പോർട്ട്ഫോളിയോ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്കൊരു സ്വന്തം ഒരു പേഴ്സണൽ വെബ്സൈറ്റ് ഉണ്ടാക്കുക. ഒരു ഡിജിറ്റൽ മാർക്കറ്റ് ആവട്ടെ, ഒരു IT ഫീൽഡിൽ ആരാണെങ്കിലും അവർക്കൊരു സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാകുന്നുള്ളത് അതൊരു നല്ല ഇതാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ റെസ്യൂമെ സെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ലിങ്ക് അയച്ചാൽ മതി, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അവിടെ ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങളുടെ CV അവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നിങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ വർക്ക് അവിടെ കാണാൻ പറ്റും. ഒന്നും വർക്കിൻ്റെ ലിങ്ക് ഒന്നും ആണല്ലോ, വർക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങളെ പോർട്ട്ഫോളിയോ റെഡിയാക്കി കൊടുത്താൽ പിന്നെ കമ്പനീസിന് വേറെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്, ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ, അതിൻ്റെ റിസൾട്ട് കാണിച്ചു കൊടുത്താൽ നിങ്ങൾ ഹയർ ചെയ്യും. അപ്പൊ ഇത് ഇനി എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഇനിയും ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരുന്നാൽ നിങ്ങൾ അത് പറഞ്ഞിരിക്കൽ മാത്രമായിരിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇറങ്ങണം, നമ്മളെ വർക്കൗട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതെ. പിന്നെ ഒരു കാര്യമുള്ള വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മളൊരു വർക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൽ പേയ്മെന്റ് നോക്കരുത്. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. ഓക്കെ, പേയ്മെന്റ് ഹെവി ആയിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്. തുടക്കത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഒരാളുടെ കയ്യിൽ നമ്മൾ ചോദിക്കരുത്. നമുക്ക് ഒറ്റ ലക്ഷ്യം ഉണ്ടാകാൻ പാടുള്ളൂ, ഒരു പരിധി വരെ ഈ സ്കില്ല് എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം നമുക്ക് ഫസ്റ്റ് കുറച്ച് ടൈമിൽ ഉണ്ടായിരിക്കേണ്ടത്. പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സ്കില്ല് കൊണ്ട് എങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യണം എന്നുള്ള രീതിക്ക് വേണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യം ഇപ്പോൾ പറയുമ്പോൾ പിന്നെയും വീണ്ടും കുറേ സംശയം ഉണ്ടാവും. അതായത് നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താൽ, ഇല്ലെങ്കിൽ ഒരു കമ്പനി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പേയ്മെന്റ് എടുക്കുക, അങ്ങനെയുള്ള പല സംശയം ഉണ്ടാവും. അത് നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ അത് സെപ്പറേറ്റ്, കാരണം അത് കുറച്ച് വലിയ കൺസെപ്റ്റ് ആണ്, അത് ചെയ്യാം. പക്ഷേ ബിഗിനേഴ്സിന്, അതായത് ഞാൻ ഇപ്പോൾ ഇന്റേൺഷിപ്പിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, അവർക്ക് പറയാനുള്ള സജഷൻസ് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഫേർട്ട് നോക്കുക, നിങ്ങൾ എത്രത്തോളം എഫേർട്ട് അതിൽ ഇടണം എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അതിനനുസരിച്ച് ചെറിയ ഒരു റേറ്റ് എന്ത് ചെയ്യുക, അമൗണ്ട് എന്നുള്ള രീതിയിൽ, അതായത് ചെറിയ കട ആയിരിക്കും, നിങ്ങൾക്ക് തന്നെ അറിയാം ലോക്കൽ കടയിൽ എത്ര, അതായത് നിങ്ങളെ ലോക്കൽ ബിസിനസ് ആ ഷോപ്സിനൊക്കെ എത്ര റവന്യൂ വരും. ആർക്കും എന്തായാലും ഒരു ചെറിയ, ഇപ്പോൾ വലിയ മാർക്കറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അത് എന്തായാലും അത്രത്തോളം റവന്യൂ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് ഞാൻ ചെയ്തുതരാം, പേയ്മെൻറ്റ് ഒരു പ്രശ്നമില്ല, പേയ്മെൻറ്റ് എന്നുള്ളത് നിങ്ങൾ ചെറിയ രീതിയിൽ എന്താ തന്നാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം നിങ്ങൾ വർക്കൗട്ട് എടുക്കുക. വർക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയി, നിങ്ങൾ സ്കിൽഡ് ആയി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്നോ നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നല്ല ജോബ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നല്ല കമ്പനീസിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം, അല്ലേ? ഫ്രീലാൻസ് ആയിട്ട് അവസരമാണ്. അതെ, ഫ്രീലാൻസ് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ എന്ത് ചെയ്യുക, ഇരിക്കുക, കോൾ ചെയ്യുക, വിളിക്കുക, സംസാരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വർക്ക് കാണിച്ചു കൊടുക്കുക, എൻ്റെ വർക്കാണ്, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, വർക്ക് പിടിക്കുക, എന്നിട്ട് അവർക്ക് പ്രസൻറ്റ് ചെയ്യുക. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഫ്രീലാൻസ് ആയി ചെയ്യാം. അല്ലാത്തവർക്ക് ജോബാണ് വേണ്ടതെങ്കിൽ ജോബിന് എന്ത് ചെയ്യാം, ഫ്രീലാൻസർ വെച്ച് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും, എഫേർട്ട് ഇട്ട് ചെയ്യേണ്ടി വരും, സംസാരിക്കേണ്ടി വരും, നല്ല കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഫ്രീലാൻസ് ആയിട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നേരെ കമ്പനിക്ക് പോയിട്ട് എന്ത് ചെയ്യുക, കമ്പനി വർക്കും കാര്യങ്ങളൊക്കെ നല്ല പാക്കേജിൽ എന്ത് ചെയ്യുക, പ്ലേസ്ഡ് ആവും, അല്ലേ? അതെ. പിന്നെ ഈ നമ്മുടെ പ്ലേലിസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബിസിനസ്സുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതെ, അവർക്ക് പല കാര്യങ്ങളും അറിയില്ല. അത് എങ്ങനെയാണ് ഇത് തുടക്കം കുറിക്കേണ്ടത്, ഏത് രീതിക്കാണ് ഇത് നമ്മൾ ചെയ്തു വരേണ്ടത്, ഏത് ഓർഡറിൽ വന്നാലാണ് നമുക്കൊരു റിസൾട്ട് കിട്ടുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് വരിക എന്നൊന്നും അറിയില്ല പല ആളുകൾക്കും. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരമാണ് ഈ ഒരു പ്ലേലിസ്റ്റ്. അപ്പൊ എന്ത് ചെയ്യുക, ഈ പ്ലേലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കയറി കണ്ടു നോക്കേണ്ടതാണ്. അത് ബിസിനസ്സുകാരും കണ്ടു നോക്കുക, അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മള് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും കണ്ടു നോക്കുക, അതേപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. ഓക്കെ, ഇതും പറയുമ്പോൾ വീണ്ടും സംശയം ഉണ്ടാവും. എന്താ വെച്ചാല് ബിസിനസ്സുകാർക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ബിസിനസ് ആരെയാണെങ്കിൽ തന്നെ, ഇപ്പൊ ബിസിനസ് കാണുന്ന ആൾക്കാരുണ്ടാവും, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കെന്ന് വെച്ചാല് ഇതിന് വേണ്ടി ഒരു സമയം മാറ്റി വെക്കുക എന്നുള്ളത് ഒരു പോസിബിൾ അല്ലാത്ത രീതിയിലാണ്. ബിഗിനേഴ്സിന് പറ്റും. അതായത് ബിഗിനേഴ്സ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി നല്ല രീതിയിൽ വളർത്തുന്ന ആളാണെങ്കിൽ അവർക്ക് തന്നെ എന്ത് ചെയ്യാം, ആൾക്ക് പഠിച്ച് അതിനുള്ള സമയം മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും, പഠിച്ച് ഇപ്പം തന്നെ, അതായത് ക്യാഷൊക്കെ ചെറിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെറിയ രീതിയിലായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ പഠിച്ച് ചെയ്യുന്നുണ്ടാവും. അല്ലാത്തവർ, അതായത് ഈ ബിസിനസ് നല്ല രീതിയിൽ ഇപ്പോൾ വളർന്നു പോകുന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് പറ്റൂല. മീൻസ് ഇത് ഇരുന്ന് പഠിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളത് നടക്കൂല. അവരെന്ത് ചെയ്യും, നേരെ ഒരു എന്താ പറയുക, ഒരു ഡിജിറ്റൽ മാർക്കറ്റെ ഹയർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യും,
അപ്പോൾ അതിനൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. അതോർത്ത് നിങ്ങൾ പേടിക്കാൻ, നിങ്ങളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി. അതെ, ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇപ്പോ ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു സംഭവമാണ് എന്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇപ്പോഴത്തെ ഒരു സമയത്ത് നിങ്ങളത് മാക്സിമം എന്ത് ചെയ്യുക, ഉപകാരപ്പെടുത്തുക എന്നുള്ളതാണ്. പഠിച്ചിട്ടുള്ള ആളുകൾ, പഠിക്കാൻ പോണ ആളുകളും ഒക്കെ. കാരണം ഫ്യൂച്ചർ അടിപൊളിയായിരിക്കും. അതായത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ പല ആൾക്കാരും എന്ത് ചെയ്തു, ഇപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഇത് നോക്കുമ്പോൾ AI ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അങ്ങനെ ഇപ്പോൾ മൊത്തം AI ആയി മാറി. ശരിക്കും എന്താ AI എന്താ ചെയ്യുന്നത് നോക്കിയേ. AI എന്നുള്ളത് മൊത്തം അതായത് മനുഷ്യന്മാരുടെ രീതിയിൽ അവർ ചിന്തിക്കാൻ തുടങ്ങി. അതായത് മനുഷ്യന്മാർക്ക് എന്താണ് ആവശ്യം, മനുഷ്യന്മാർക്ക് എത്രത്തോളം എളുപ്പമാക്കി കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളും മെഷീൻ ചിന്തിക്കാൻ തുടങ്ങി. മനുഷ്യന്മാർ ചിന്തിക്കുന്നതോ AI എങ്ങനെയാണ് ചിന്തിക്കുന്നത് ആ രീതിയിൽ. അതായത് എന്ത് നമുക്ക് വന്നാലും നമ്മൾ AIൻ്റെ എത്താൻ ചിന്തിക്കുന്ന AI മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് വേറെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ മനുഷ്യന്മാർ ശരിക്കും വെച്ചാൽ അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം വെച്ചാൽ, ആൾക്കാർക്ക് എന്താണ് ആവശ്യമുള്ളത് അത് കൊടുക്കാനുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യാം, അവർക്ക് എന്ത് ചെയ്യാം വന്നാൽ മതി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, അയ്യോ എനിക്ക് അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് എന്നുള്ളത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, അത് ഉണ്ടാകുകയല്ല, അത് നിങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ ബിൽഡ് ചെയ്യുക. അതായത് രീതിയിൽ ചിന്തിക്കാതെ നിങ്ങൾ എന്ത് മനുഷ്യന്മാരെ വേണ്ട രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലേ? അതെ, അത് പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നത്, നമ്മളൊരു സംഭവം മാർക്കറ്റിലേക്ക് കൊടുക്കുമ്പോൾ മാർക്കറ്റിന് എന്താണോ ആവശ്യം അത് വേണം കൊടുക്കാൻ. ഓക്കെ, ഇപ്പൊ ചിലപ്പോൾ നമുക്ക് പേഴ്സണലി ഇങ്ങനെ ആയിരിക്കും ഇഷ്ടം. ഇപ്പൊ ഒരു സംഭവം നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പേഴ്സണലി ഇതായിരിക്കും ഇഷ്ടം. അപ്പൊ ഈ സാധാരണ നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഒരു സംഭവം നമ്മൾ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ അതിനെ കുറിച്ച് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഒരുപാട് അനലൈസ് ചെയ്യുന്ന ടൂൾസ് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇപ്പൊ കീവേഡ് പ്ലാനർ ഉണ്ട്, അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ പ്ലേലിസ്റ്റിൽ പറഞ്ഞതുണ്ട്. പറയാത്ത കുറച്ച് സംഭവങ്ങളും കൂടെ ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ പറഞ്ഞ AI കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ AI എങ്ങനെയാണ് ഇതിൽ ഉപയോഗിക്കുക, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോസ് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ ഒരു പ്ലേലിസ്റ്റ് കണ്ടുവരുന്നവർക്ക് അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് വേണ്ട കാര്യങ്ങൾ എന്താണ് ഉറപ്പായിട്ടും ഇതേ ചാനലിൽ തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പറയാനേ ഇനിയൊന്നുമില്ല. ഇനി എന്താ പറയുന്നില്ല? ഇല്ല, ഓക്കെ ആണ്. ഇനി ഓരോ വീഡിയോസ് നമ്മളത് എന്ത് ചെയ്യും വരുന്നതാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നല്ല നല്ല കണ്ടന്റ്സ് നമുക്ക് തരാൻ തോന്നുന്നു, നല്ല രീതിയിൽ തരാൻ തോന്നും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നല്ല രീതിയിൽ തരാം. ഇനി സജഷൻസ് ഉണ്ട്, ഇങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള രീതിയിൽ ആരെങ്കിലും സജഷൻ തന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അതും കൂടി ചെയ്യുന്നതാണ്, അല്ലേ? അതെ, ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ ചെയ്യും. നിങ്ങൾ എന്താ അതിനു വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പൊ നമ്മളെ പ്ലേലിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇതാണ് ലാസ്റ്റ് വീഡിയോ, നിങ്ങൾ കാണുന്ന നമ്മളെ പ്ലേലിസ്റ്റിന്റെ ലാസ്റ്റ് വീഡിയോ ആണ്. പക്ഷെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ അല്ല, നമ്മൾ ഓരോന്ന് എന്ത് ചെയ്യും, വീഡിയോസ് ഇറക്കൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ പറയുന്ന ഇതെന്ന് വെച്ചാൽ നമ്മളെ വെബ്സൈറ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയം വരുമ്പോൾ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇനി പറയാനുള്ള ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, ഇനി 1 വീക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു സപ്പോർട്ട് തരും. ഒരു ഫ്രീ മീൻസ് അത് വെച്ചാൽ ഇപ്പം നമുക്ക് ടെലിഗ്രാമിൽ നിങ്ങൾക്ക് വേണ്ടി 1 വീക്കും കൂടി, അല്ലേ? നമ്മളെ ആദ്യം പറഞ്ഞിരുന്ന അതായത് ഈ പ്ലേലിസ്റ്റ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് സപ്പോർട്ട് നിൽക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷെ വേണ്ട, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് നമുക്ക് തോന്നിയത് കൊണ്ട് നമ്മൾ 1 വീക്കും കൂടി സപ്പോർട്ടിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1 വീക്കും കൂടി നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യാം, ഉപകാരപ്പെടുത്താം. അപ്പോൾ അതെന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഉപകാരപ്പെടുത്താം. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ സ്വന്തമായിട്ട്, ഞാൻ ഒരു പോർട്ട്ഫോളിയോൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വേർഡ് പ്രസ്സിൽ നല്ല രീതിയിൽ നിങ്ങൾ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്യാം. ഓക്കെ, ഷെയർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരാൾക്കാരെ തരാം. അത് നല്ല രീതിയിൽ ആരാണോ നല്ല രീതിയിൽ അടിപൊളിയായി ചെയ്യും, നമ്മളെല്ലാം അനലൈസ് ചെയ്യും കേട്ടോ. നിങ്ങളാണോ ചെയ്തത്, അല്ലേ ടെംപ്ലേറ്റ് വെച്ചിട്ടാണോ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. നല്ല രീതിയിൽ നല്ല ഡിസൈനിൽ ആരാണോ ചെയ്യുന്നത് അവർക്ക് എന്ത് കൊടുക്കാം, എന്തെങ്കിലും ക്യാഷ് പ്രൈസ് അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും തരും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കോഡിങ് ചെയ്യുന്ന സമയത്തും അവിടെയും ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു പെൺകുട്ടിയാണ് അത് എന്ത് ചെയ്തത്, വിജയിച്ചത്. അപ്പോൾ ആ വിൻ ചെയ്ത പ്രൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ഇടുന്നതാണ്, അല്ലേ? ഇടുന്നതാണ്.
അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ ഒരു ചാലഞ്ച് കൂടി നിങ്ങൾ ഏറ്റെടുക്കുക. അതെ, വേർഡ്പ്രസ് വെച്ചിട്ട് നല്ലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ നിങ്ങളെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ആ ലിങ്ക് അയച്ചാൽ മതി. ഓക്കെ, നമ്മുടെ ടെലഗ്രാം ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക. എന്നാൽ ശരി, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായി കാണാം. കീപ് വാച്ചിങ്.